രാജ്യാന്തര വാർത്തയിലേക്കാണ്. ചാന്ദ്ര ദൗത്യം പൂർത്തിയാക്കി ആർട്ടമിസ് 2 ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു. ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 10:55ഓടെ ചാന്ദ്രമണ്ഡലത്തിന്റെ സ്വാധീനത്തിൽ നിന്നും ഒറൈൻ പേടകം പുറത്തുകടക്കും. ചന്ദ്രോപരിതലത്തിൽ നിന്ന് 6545 കിലോമീറ്റർ അടുത്തുവരെ എത്തിയ പേടകത്തിലെ സഞ്ചാരികൾ സൂര്യഗ്രഹണത്തിനും സാക്ഷിയായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലൂണാർ ഫ്ലൈ ബൈക്ക് ശേഷം യാത്രികരുമായി സംസാരിച്ചു. ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം 12:15ഓടെയാണ് ആർട്ടമിസ് 2 ദൗത്യത്തിലെ 4 സഞ്ചാരികളെ വഹിക്കുന്ന ഒറൈൻ പേടകം ലൂണാർ ഫ്ലൈ ബൈ ആരംഭിച്ചത്. അതിനു മുമ്പായി ഭൂമിയിൽ നിന്നും ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിച്ച മനുഷ്യരെന്ന റെക്കോർഡ് യാത്രികർ നേടി. അപ്പോളോ 13 ദൗത്യത്തിലെ യാത്രികരുടെ റെക്കോർഡാണ് ആർട്ടമിസ് 2 ഭേദിച്ചത്. 7 മണിക്കൂറോളം നീണ്ട ചന്ദ്രനെ വലം വയ്ക്കുന്ന ദൗത്യത്തിൽ പുലർച്ചെ 4:14 പ്രതീക്ഷിക്കപ്പെട്ടതുപോലെ തന്നെ 40 മിനിറ്റ് സമയം പേടകത്തിൽ നിന്നും ഭൂമിയിലേക്കും തിരിച്ചുമുള്ള സിഗ്നലുകൾ തടസ്സപ്പെട്ടു. പുലർച്ചെ 4:32 ചന്ദ്രോപരിതലത്തിൽ നിന്നും പേടകം ഏറ്റവും അടുത്തു നിൽക്കുന്ന 6545 കിലോമീറ്ററിലെത്തി. പുലർച്ചെ 6:05 മുതൽ 53 മിനിറ്റോളം സൂര്യഗ്രഹണത്തിനും പേടകത്തിലെ സഞ്ചാരികൾ സാക്ഷിയായി. സൂര്യഗ്രഹണ കാഴ്ചയോടെ ആർട്ടമിസ് 2 ദൗത്യം ചന്ദ്രനിരീക്ഷണ ദൗത്യം പൂർത്തിയാക്കി ഭൂമിയിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു. 3 ദിവസവും 22 മണിക്കൂറും 31 മിനിറ്റുമെടുത്താണ് ഭൂമിയിലേക്ക് പേടകം മടങ്ങിയെത്തുന്നത്. ഇന്നു രാത്രി 10:55ഓടെ ചന്ദ്രന്റെ സ്വാധീന മണ്ഡലത്തിൽ നിന്നും പേടകം പുറത്തു കടക്കും. ഏപ്രിൽ 11 പുലർച്ചെ 5:37 പസഫിക് സമുദ്രത്തിൽ പേടകം സ്പ്ലാഷ് ഡൌൺ ചെയ്യുന്നത്. പേടകത്തെ ഹെലികോപ്റ്ററുകൾ വീണ്ടെടുത്ത് USS ജോൺ പി മുർത്ത എന്ന കപ്പലിലെത്തിക്കും. കപ്പലിൽ സഞ്ചാരികളെ വൈദ്യപരിശോധനകൾക്ക് വിധേയമാക്കിയ ശേഷം വിമാനത്തിൽ നാസയുടെ ഹൂസ്റ്റണിലെ ജോൺസൺ സ്പേസ് സെന്ററിലേക്ക് എത്തിക്കുന്നതോടെ ദൗത്യം പൂർത്തിയാകും. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.